സ്ത്രീകൾക്കായി KSRTCയുടെ രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ആരംഭിക്കുന്നു. കേരളത്തിലെ പ്രധാന റൂട്ടുകളിലാണ് സർവീസ് നടപ്പിലാക്കുന്നത്. നാളെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വെച്ചാണ് ഉദ്ഘാടനം. ആഷിൻ ഡിയേഗോയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സ്ത്രീകൾക്കായുള്ള KSRTCയുടെ രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ. നാളെ ആരംഭിക്കുന്നു. വിവരങ്ങൾ. കഴക്കൂട്ടം ടെക്നോ പാർക്ക് മേഖലയിലെ ജീവനക്കാർക്ക് ഒരു ആശ്വാസകരമാണ് KSRTC ഒരുക്കുന്ന ഈ ഒരു പിങ്ക് ബസ് സർവീസ് എന്നുള്ളതാണ്. നേരത്തെ മുതൽ തന്നെ ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിനു വേണ്ടി ഒരു KSRTC ബസ് സൌകര്യം ഒരുക്കി നൽകണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, ഈ ജീവനക്കാരുടെ സംഘടന ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്മേലാണ് നിലവിലിപ്പോൾ രാത്രി സമയങ്ങളിൽ KSRTCയുടെ പിങ്ക് ബസ് യാത്ര തുടരാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ മുതലാണ് ഈ സർവീസ് തുടരുക. ആദ്യ സർവീസ് തിരുവനന്തപുരത്താണ്. കഴക്കൂട്ടം തമ്പാനൂർ മേഖലയിലാണ് ആദ്യ ബസ് ഓടുക. വൈകുന്നേരം 6 മുതൽ രാത്രി 10:45 വരെയാണ് ഈ ഒരു നൈറ്റ് സർവീസ് KSRTC നൽകുന്നത്. ഇത് ലിങ്ക് ബസ്സാണ്. അതുകൊണ്ട് തന്നെ സൌജന്യ യാത്ര അനുവദിക്കില്ല. പകരം സിറ്റി ഫാസ്റ്റ് ബസ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. കാരണം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസ്സുകൾ ഈ ഭാഗത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ പലർക്കും വീട്ടിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനോ ഉള്ള സൌകര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഈ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗതാഗത വകുപ്പിന്റെ ഈ ഒരു തീരുമാനം എന്നുള്ളതാണ്. നാളെയാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ്. തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളം ഡിപ്പോയിൽ നിന്നും ഈ സർവീസിനാവശ്യമായ ബസ്സുകൾ എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബസ്സുകളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ ഗതാഗത മന്ത്രിയാണ് ഈ ഒരു പുതിയ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുക. രാത്രികാലങ്ങളിൽ KSRTCയുടെ പിങ്ക് ബസ് സർവീസ് പൂർണ്ണമായും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. നാളെ 11 മണിയോടുകൂടി സെൻട്രൽ ഡിപ്പോയിൽ വെച്ചാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലാണ് ഉദ്ഘാടനം. വിവരങ്ങളാണ് ആഷിൻ ഡിയേഗോ നൽകിയത്.